ലവ്ലി പീപ്പിൾ. അപ്പോൾ ഇന്ന് ഞാനൊരു കാര്യം പറയാം. ഇപ്പോൾ സമ്മേഴ്സ് ആവാണ്. നമ്മൾ ഇത്രയും നാൾ ഉപയോഗിച്ചിരുന്ന സൺസ്ക്രീൻസ് ഒന്നും ചിലപ്പോൾ എഫക്റ്റീവ് ആയിട്ട് വരില്ല ഇപ്പോഴത്തെ ചൂടിന്. അതുകൊണ്ടാണ് ഞാൻ UV ഡോക്സിൻ്റെ ഈ ഒരു എന്താ പറയുക SPF 5 PA++ സൺസ്ക്രീൻ ഉപയോഗിക്കുന്നത്. ഇത് ഒരു സിലിക്കോൺ സൺസ്ക്രീൻ ജെല്ലാണ്. ആൻഡ് ഇത് ഉപയോഗിക്കാൻ വേറെ കാര്യം കൂടി ഉണ്ട്. ഇത് വളരെ മുമ്പ് എൻ്റെ ഡോക്ടർ എനിക്ക് സജസ്റ്റ് ചെയ്ത സൺസ്ക്രീനാണ്. അപ്പോൾ സൺസ്ക്രീൻ്റെ അകത്ത് തന്നെ എത്ര ടീസ്പൂൺ വീതം നമ്മുടെ ഏതൊക്കെ ബോഡി പാർട്സിന് ഉപയോഗിക്കണമെന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. സോ അതിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ UV ഡോക്സ് മേടിക്കുമ്പോൾ നിങ്ങൾക്ക് അത് തീരും. സോ ഞാൻ 2 ഫിംഗർ റൂളിനനുസരിച്ചാണ് എടുത്തത്. ബട്ട് കുറച്ച് തറ വീണ് പോയി. കാരണം ഇത് വളരെ വളരെ സോഫ്റ്റ് ആണെങ്കിൽ നമ്മൾ ഇടുമ്പോഴത്തേക്ക് നമ്മൾ വിചാരിക്കും ഇത് ഓയിലി ആണെന്ന്. ബട്ട് അല്ല, ഇത് വളരെ ഒരു മാറ്റ് ഫിനിഷാണ് കേട്ടോ തരുന്നത്. ഈ സൺസ്ക്രീൻ ശരിക്കും പറഞ്ഞാൽ എനിക്ക് സ്കിൻ അലർജി വന്ന സമയത്ത് എൻ്റെ ഡോക്ടർ എനിക്ക് സജസ്റ്റ് ചെയ്ത സൺസ്ക്രീനാണ്. ആൻഡ് ഇത് ഞാൻ ഉപയോഗിക്കാൻ വേറൊരു കാര്യം കൂടിയുണ്ട്. ഇതിൽ അവോബെൻസോൺ, ഓക്സിബെൻസോൺ അതുപോലെയുള്ള ബെൻസോണിൻ്റെ ഫാമിലിപ്പെട്ട ഒരു ഇൻഗ്രീഡിയൻറ്റും ഇല്ല. ഇത് കൂടുതലും സിങ്ക് ഓക്സൈഡും ടൈറ്റാനിയം ഓക്സൈഡും മാത്രം ഉപയോഗിച്ചിട്ട്, ദ മെയിൻ ഇൻഗ്രീഡിയൻസ് ഓഫ് സിങ്ക് ഓക്സൈഡ് ആൻഡ് ടൈറ്റാനിയം ഓക്സൈഡ്. അപ്പോൾ ഇതൊരു മിനറൽ സൺസ്ക്രീനിൻ്റെ അടുത്തെത്തുന്ന സൺസ്ക്രീനാണ്. കംപ്ലീറ്റ്ലി മിനറൽ അല്ല ബിക്കോസ് ഓഫ് ദ സിലിക്കോൺ പ്രസൻസ്, ഐ തിങ്ക് സോ. സോ നിങ്ങൾക്ക് മിനറൽ സൺസ്ക്രീൻസ് ഇഷ്ടമാണ്, നിങ്ങൾക്ക് ബാക്കിയുള്ള കെമിക്കൽ സൺസ്ക്രീൻസ് ഉപയോഗിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ക്യാൻ ബൈ ദിസ്. ആൻഡ് ദിസ് ഇസ് മൈ ഫൈനൽ ലുക്ക്. ഐ ഹോപ്പ് യു ഓൾ ലൈക്ക് ഇറ്റ്. ബൈ.